നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജൂൺ മാസം 10-ാം തീയതി 1200 ആണ്ട് ഇടവ മാസം 27-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് അനിഴ നക്ഷത്രമാണ്. നക്ഷത്രം ശുഭനക്ഷത്രമാണ് എങ്കിൽ പോലും, നക്ഷത്രം അനുകൂലപ്രദമായ നക്ഷത്രമാണ് എങ്കിൽ പോലും ജാതകപ്രകാരം ഇന്നത്തെ നക്ഷത്ര പ്രകാരം ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല. പലതരത്തിലുള്ള അസ്വസ്ഥത ഉണ്ടാക്കുന്ന ദിവസമാണ്. ഇപ്പോൾ ശത്രുക്കളെ എണ്ണം കൂടും. അതുകൊണ്ട് ഇന്ന് ഓഫീസിലൊക്കെ പോയി മേലുദ്യോഗസ്ഥരുടെയോ അല്ലെങ്കിൽ കീഴ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോഴും സൂക്ഷിച്ചായിരിക്കണം. നമ്മളുടെ വെറുപ്പും ശത്രുതയും വർദ്ധിക്കും. അതുപോലെ വാഹനം കൈകാര്യം ചെയ്യുന്നിടത്ത് സൂക്ഷിക്കുക. ചെറിയ ആക്സിഡൻറ്റോ മുറിവോ ചതവോ ഒക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക. ഇന്ന് ഒരു ദിവസം സൂക്ഷിച്ചാൽ മതി. പക്ഷേ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള ഇടവ മാസത്തിലെ അനിഴ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളെ കൊടുക്കുന്ന ഒരു വർഷമാണ് നിങ്ങൾക്ക്. പ്രധാനമായി ആക്സിഡൻ്റ് ഉണ്ടാവുക, കേസ് വഴക്കുകളിൽ കുടുങ്ങുക, അതേപോലെ തന്നെ പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് സർജറിക്ക് വിധേയമാവുക, ഇതൊക്കെ വളരെ സൂക്ഷിക്കേണ്ട, തീപ്പൊള്ളലേക്കുക ഒക്കെ സാധ്യതയുള്ള കാലഘട്ടമായതുകൊണ്ട് നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി വേണം ഈ ഒരു മാസത്തെ അല്ലെങ്കിൽ ഈ ഒരു വർഷത്തെ കാണാൻ. അപ്പോൾ അത് ഒന്നും നമുക്ക് ഏക്കാതിരിക്കണം. നമുക്ക് എന്തായാലും ഇതൊക്കെ വരും, കുറച്ചൊക്കെ നമുക്ക് ദൈവീയത്വം കൊണ്ട് മാറും. എന്നാലും നമുക്കിതിനെ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ചൊവ്വയുടെ ദേവത സുബ്രഹ്മണ്യ സ്വാമിയാണ്. മുരുകക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ഭസ്മാഭിഷേകം, പഞ്ചാമൃതാഭിഷേകം, അർച്ചന ഇവ നടത്തുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചനയ്ക്ക് കൊടുക്കുക അല്ലെങ്കിൽ രക്തപുഷ്പാഞ്ജലി നടത്തുക. ഒരു ശ്രീമുരുക യന്ത്രം നമുക്ക് ദേഹരക്ഷയായിട്ട് ധരിക്കുക. മുരുകനെ കൂടെ നിർത്തി കൊണ്ടുപോവുക. അപ്പോൾ ഈ ഒരു വർഷത്തേക്കുള്ള പ്രൊട്ടക്ഷനായി. ഇപ്പോൾ ഇന്ന് ഓരോ കാര്യത്തിനിറങ്ങുമ്പോൾ രാഹുകാല സമയം നോക്കി. രാഹുകാലം ഉച്ചയ്ക്ക് ശേഷമാണ്. 3 മണി മുതൽ 4:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 3:33 ആരംഭിക്കുകയുള്ളൂ. 5 മണി 7 മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട്. ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഗുളികകാല സമയം വരുന്നത് 12:24 മുതൽ 1 മണി 58 മിനിറ്റ് വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 9:15 തൊട്ട് 10:50 വരെയും. ഈ സമയം നമുക്ക് ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതേപോലെ തന്നെ അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12 തൊട്ട് 12:48 വരെ 48 മിനിറ്റ് നേരമാണ്. ഇന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കാം. ഇന്ന ദിവസവും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. റെഡ് കളറോ റെഡ് മിക്സായിട്ടുള്ളതോ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.